ജാഫ്രിക്ക കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് കൂട്ടിക്കൽ നിന്നും പ്രജീഷിനെ. പുള്ളി വന്നിട്ടുണ്ടതിന് മുമ്പ് കണ്ടു. അതെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ന് ഇവിടെ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്ന് കുറച്ച് താരങ്ങളെ ശബ്ദം അനുകരിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് കേട്ടു തുടങ്ങിയാലോ? പിന്നെ നമ്മള് ആകാംക്ഷയോട് കാത്തിരിക്കുക. ഓക്കെ, പഞ്ചായിട്ട് നമുക്ക് ദുൽഖറിന്റെ കൊത്തയ്ക്കകത്തൊരു ഡയലോഗ് പറയും. ഓക്കെ, സൂപ്പർ. ഇത് ഗാന്ധിഗ്രാമല്ലേ? കൊത്തയാ. ഇവിടെ ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. തീർക്കാൻ പറ്റുക തീർക്കണം. അടിപൊളി, സൂപ്പർ. ഓക്കെ, ഞാൻ വേറെ കുറച്ച് സംഭവം ചെയ്യാൻ വേണ്ടി വന്നത്. ഇപ്പൊ പഞ്ചായത്ത് ദുൽഖറിനെ പറഞ്ഞിട്ട് പഞ്ചായത്ത് തുടങ്ങിയതേ ഉള്ളൂ. അടുത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു ഡയലോഗ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇന്റർവ്യൂ. ഇന്നീ കടലിൻ നാവുകൾ തിരകൾ നിന്നവദാനം പാടുന്നു. ചരിത്ര പുരുഷ വീണ്ടും വരുമോ? ഏകാധിപതികളുടെ ശക്തി എന്ന് പറയുന്നത് പട്ടാളം തോക്കുക. ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ വിശ്വാസമാണ്. ജനങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? ഭരണാധികാരികളും പൊതുപ്രവർത്തകരും നേരായ മാർഗം കാട്ടുമ്പോഴാണ്. ഈ നേരായ മാർഗം കാട്ടേണ്ട ആൾക്കാർ അഴിമതി കാട്ടുമ്പോൾ ജനത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടും. എന്നും ഞാൻ ഈ കേരള ജനതയെ മുറുക്കെ പിടിക്കും. അടിപൊളി, സൂപ്പർ. ഇനി അടുത്ത വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും. ലാലേട്ടന്റെ ആറാട്ട് സിനിമയിൽ റിവ്യൂ പറഞ്ഞ് ഹിറ്റായ നമ്മുടെ സന്തോഷ് വർക്കിയും ബാലയും നമ്മളൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം തോക്ക് ചൂണ്ടി പിന്നെ പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞൊരു വിഷയം ഉണ്ട്. അപ്പം ഈ ആറാട്ടെണ്ണനെ നമ്മുടെ ബാല വിളിച്ചുകൊണ്ട് വരികയാണ് സത്യം പറയിക്കാൻ വേണ്ടി. അപ്പൊ ബാലയുണ്ട്, ആറാട്ടെണ്ണുണ്ട്, രണ്ടുപേരും സംസാരിക്കണം. അപ്പൊ ആദ്യം ബാല. எல்லாருக்கும் நமஸ்காரம் உண்டு. நான் பாலையான லாஜிக்கலி நம்ம திங்கிங் பண்ணணும். നമ്മളെ സാമിയെ കുമ്പിടണം, ശൈത്താനെ നമ്മൾ കുമ്പിടരുത്. അപ്പം ഞാൻ തോക്ക് ചൂണ്ടി ഞാൻ അവനെ പൂട്ടിയിട്ടു. സത്യം പറയാൻ സന്തോഷ് വരയ്ക്ക് വന്നിട്ടുണ്ട്. സന്തോഷ് വരയ്ക്ക് സത്യം പറയാം. ബേസിക്കലി വൺഷേളോ ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പൊ അത് മറ്റൊരു വീട്ടിലെ കാര്യം മൊത്തം ഞാൻ നോക്കും. സന്തോഷ് വരയ്ക്ക് പെയിൻഫുൾ അല്ല, ഞാൻ പൂട്ടിയിട്ടു. ഞാൻ നിന്നെ പൂട്ടിയിട്ടു. സത്യം പറ. വൺഷേളോ ഭയങ്കര പെയിൻഫുൾ ആണ്. ഞാൻ എത്തിമനോട്ട് എല്ലാ കേസും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂർ പോയാണ്. സന്തോഷ് വർക്കി, ദിസ് ഈസ് റോങ്. സത്യം പറ, ഞാൻ നിന്നെ പൂട്ടിയിട്ടു. ബാലയ്ക്ക് ഡെഫിലെ ബാലയ്ക്ക് പട്ടിയുള്ളതാണ്. 4 പട്ടിയുള്ളൂ ഞാൻ കാണുള്ള. ഞാൻ പറയുന്നില്ല, അവൻ പറയുന്നു, ഇവൻ പറയുന്നു. സത്യം പറയാമെന്ന് തേച്ച് സത്യം പറയാം. സന്തോഷ് വർക്കി ബേസിക്കലി വൺഷേളോ ഭയങ്കര പെയിൻഫുൾ ആണ്. ഫിലോസഫി PhD ആണ്. അപ്പൊ അത് മറ്റൊരു വീട്ടിലെ കാര്യം മൊത്തം ഞാൻ നോക്കുന്നത്. പെങ്ങന്മാർ പോലും മിണ്ടുന്നില്ല, റിവ്യൂ കൊടുക്കുന്നില്ല. പോയി ചത്തോണം ആലോചിക്കുകയാണ്. കൊള്ളായിരുന്നു, നൈസ് അറ്റംപ്റ്റ്. അപ്പം നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയയുടെ ആൾക്കാരുടെ ഒക്കെ കേട്ടു. ഇനി താരമാണോ സോഷ്യൽ മീഡിയ ആണോ ആരുടെ വോയിസ് ആണ്? എനിക്ക് നമ്മുടെ കലിംഗ ശശിയേട്ടാ, അദ്ദേഹം നമ്മുടെ കോവിഡ് ടൈമിൽ അദ്ദേഹം വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ അമർ അക്ബർ അന്തോണി നദർശിക സംഭാവന ചെയ്ത ആ പടത്തിലെ ഒരു ഡയലോഗ്. ആ 1-2 കൊള്ളാം. ഇവിടെ ആകുമ്പോ TV ഉണ്ടല്ലോ. ഇന്നാണ് നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിൻ്റെ അച്ഛൻ രമേശനാണോ ബാബുവാണോ എന്നറിയും. ശാന്തമ്മച്ചി, ഇത് കുറച്ച് മീന വരാല് കൊടംപുളി ഇട്ട് വെച്ച കടക്കും. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ജാഫ്രിക്ക? അടിപൊളിയാ. അത് എന്നാലോ ചേട്ടനും ഞാനും ഏതെങ്കിലും പടത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സംസാരിക്കുന്ന, കൂടുതലും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ പടത്തിൽ ചെയ്യുന്ന പിന്നെ ഈ സാധാരണ പറയുന്നതായിട്ട് കുറേ വ്യത്യാസമുണ്ട്. നമ്മളോട് പറയുമ്പോൾ കുറേ ഉണ്ട് വ്യത്യസ്തത. എന്നാൽ സിനിമയിൽ പുള്ളി അളന്നു തൂക്കിയൊക്കെ ചെയ്യുള്ളൂ. മറ്റേ പാലേരി മാണിക്യമില്ലേ, പാലേരി മാണിക്യത്തിലൊക്കെ ആ ഒരു നല്ല ഒരു കഥാപാത്രമല്ല അത് ചെയ്ത്. ചേട്ടന് നാടക നടനായിരുന്നു അറിയാമല്ലോ. അത് കലിംഗ നാടകത്തിൽ ഞാൻ ഒരുപാട് ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട് ശശിയേട്ടൻ്റെ നാടകം. പണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലപ്പറമ്പില് നാടകം കാണാൻ പോകുമ്പോൾ ശശിയേട്ടൻ്റെ നാടകങ്ങൾ അതെ ഗംഭീരമായിട്ട് നീ അത് ചെയ്തിട്ടുള്ളൂ. പ്രജീഷേ, നന്നായിരുന്നു. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ താരവിളയാട്ടത്തിലേക്ക് ഒരു സെലക്ഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഏകദേശം ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും. അത് മാത്രമല്ല, ഇതിപ്പോൾ രണ്ടാമതാണ് വരുന്നതെന്ന് അറിയാം. അപ്പോൾ രണ്ടാമത് എൻട്രി എന്ന് പറഞ്ഞാൽ മിടുമിടുക്കന്മാർക്ക് അങ്ങനെ കിട്ടുള്ളൂ. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ സെലക്ട് ചെയ്ത് അത്യാവശ്യം എന്താ പറയുക, തനിക്ക് കോൺഫിഡൻ്റ് ആകുന്ന സംഭവങ്ങൾ തന്നെ എടുത്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു അത് പലരും ഒരുപാട് പേര് അനുകരിക്കാറുണ്ട് അദ്ദേഹത്തെ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സിഗ്നേച്ചർ ഉണ്ട് അദ്ദേഹത്തെ ചെയ്യും. അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പുതിയ സംഗതികളൊക്കെ എടുത്ത് അതും പ്രാക്ടീസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ ഇനിയും കൂടുതൽ സാധ്യതയുള്ളൊരു കലാകാരനാണ്. ഗംഭീരായിരുന്നു കേട്ടോ. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു പ്രജീഷ്? പ്രൊഫഷണലായിട്ട് എത്ര വർഷമായി? ഞാനൊരു 2012 തൊട്ട് പ്രൊഫഷണലായിട്ട് സമിതിയിലൊക്കെ ഉണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രം സമിതി 2-3 സമിതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആണല്ലേ?
അല്ല ഞാൻ പറഞ്ഞ എടുക്കുന്ന ശബ്ദങ്ങളുടെയൊക്കെ പെർഫെക്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ശബ്ദം കേട്ട് ഒരുപാട് ഡയലോഗ്സ് പറയുന്നില്ല. അത് തന്നെ ഒരു നല്ല കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് അതാണല്ലോ എന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ശബ്ദം തീരുന്നു. കൂടുതൽ നമ്മൾ ഡയലോഗ്സ് പറഞ്ഞ് കഴിയുമ്പോഴാണ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഒരു സ്റ്റേജിൽ എപ്പോഴും ഉള്ളൊരു മാജിക്കാണത്. കാരണം സ്റ്റാർസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ അതായത് ശബ്ദം ഇങ്ങനെ എടുത്ത ആൾക്കാർക്ക് ഇത് അത് തന്നെയാണെന്ന് രജിസ്റ്റർ ചെയ്ത് കയ്യടിയോട് കൂടി ആ സാധനം തീരും. അതും കഴിഞ്ഞിട്ട് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് കുഴപ്പമാവുന്നത്. നന്നായിരുന്നു, വ്യത്യസ്തമായിരുന്നു. അപ്പം എത്ര സ്റ്റാർസ് ആണ് നമ്മുടെ പ്രജീഷിന് ലഭിക്കാൻ പോകുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ നിന്നും? 4 stars. 4 stars. സൂപ്പർ. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും 4 stars ആണ് ലഭിക്കാൻ പോകുന്നത്. നാദിക, നമുക്കത് കൈയോടെ കൊടുത്താലോ? യെസ്, അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്ന് പെർഫോം ചെയ്തതിന് നമ്മുടെ മാസ്റ്റേഴ്സ് എല്ലാവരും ചേർന്ന് നൽകിയിരിക്കുന്നത് 4 star എന്ന റേറ്റിംഗ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു അടിപൊളി ഷർട്ടും സമ്മാനമായി ലഭിക്കുന്നുണ്ട്.